ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മളുടെ വിൻഡോസ് 11 ഡെസ്ക്ടോപ്പ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റായിട്ട് നമ്മൾ ടാസ്ക് ബാർ നമ്മുടെ ടാസ്ക് ബാർ കാണാവുന്നതാണ്. ഇതിൽ ടാസ്ക് ബാറിൻ്റെ ഐക്കൺസ് സ്റ്റാർട്ട് മെനു അടക്കമുള്ളവ സെൻറ്ററിലായിട്ടാണ് ഇപ്പോൾ അറേഞ്ച് ചെയ്ത് വരുന്നത് വിൻഡോസ് 11. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ പലതരം ഐക്കണുകൾ കാണാമെന്ന് വെച്ചാൽ അതിൻ്റെ ഇതെല്ലാം ഷോർട്ട് കട്ടുകളാണ്. ചിലത് ആപ്ലിക്കേഷൻ ഓപ്പൺ ആകും, അല്ലെങ്കിൽ ചിലത് സെറ്റിങ്സ് എല്ലാം ഓപ്പൺ ആകുന്ന ചില ഷോർട്ട് കട്ടുകളാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഈ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് മെനു ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടി അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആയി പോകുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ കീബോർഡിലെ വിൻഡോസ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഇത് ഓപ്പൺ ആയി വരുന്നതായിരിക്കും സ്റ്റാർട്ട് മെനു. അതുപോലെ തന്നെ ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആയി പോകുന്നതായിരിക്കും. ഇനി അടുത്തായിട്ട് എനിക്ക് ടാസ്ക് ബാർ എപ്പോഴും ഇതുപോലെ വന്ന് നിൽക്കുന്നത് എനിക്കൊരു ശല്യമായി തോന്നും. അപ്പോൾ ടാസ്ക് ബാറിന് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്താൽ മതി എന്ന സെറ്റിങ്സ് ചെയ്യാൻ വേണ്ടി ഈ ടാസ്ക് ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടാസ്ക് ബാർ സെറ്റിങ്സിൽ പോവുകയാണ്. ടാസ്ക് ബാർ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാസ്ക് ബാർ ബിഹേവിയർ എന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത് ഞാൻ ഓട്ടോമാറ്റിക്കലി ഹൈഡ് ദി ടാസ്ക് ബാർ എന്ന് പറഞ്ഞത് ടിക്ക് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ടാസ്ക് ബാർ ഓട്ടോമാറ്റിക്കലി ഹൈഡായി പോയിരിക്കുകയാണ്. ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ഞാൻ മൗസ് എപ്പോഴാണോ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് ആ സമയത്ത് ടാസ്ക് ബാർ പിന്നീട് വരുന്നതായിരിക്കും. ഈ സെറ്റിങ്സ് ഇപ്പോൾ ഞാൻ തൽക്കാലം തിരിച്ച് ഇടുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ടാസ്ക് ബാറിൻ്റെ ഈ റൈറ്റ് സൈഡിലുള്ള ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ സിസ്റ്റം ട്രേ ഭാഗം എന്നാണ് പറയുക. ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചില ഐക്കണുകളെല്ലാം കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ വന്ന് ടൈം ആൻഡ് ഡേറ്റിൻ്റെ അവിടെ പോയി നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കലണ്ടർ കാണിച്ചു തരുന്നതായിരിക്കും. കലണ്ടറും അതുപോലെ നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ള ചില നോട്ടിഫിക്കേഷൻസും ഈ സിസ്റ്റം നോട്ടിഫിക്കേഷൻ ഏരിയയിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഇനി അടുത്തായിട്ട് സ്റ്റാർട്ട് ബട്ടൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് സെർച്ചാണ്. ഈ സെർച്ചിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷനുകളോ അതുപോലെ എന്തെങ്കിലും സെറ്റിങ്സുകളോ ഒക്കെ വേണമെങ്കിൽ നമുക്കിവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. ഇവിടെ ഞാൻ ഓൾറെഡി കൺട്രോൾ പാനലും എക്സലും സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത്, അതുകൊണ്ടാണ് അത് ഇവിടെ കാണിച്ചു തരുന്നത്. എനിക്കിപ്പോൾ ഇവിടെ വേഡ് വേണമെങ്കിൽ വേഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരുന്നതായിരിക്കും. അത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സെറ്റിങ്സുകൾ മാറ്റണമെങ്കിലും സിസ്റ്റം സെറ്റിങ്സുകൾ മാറ്റണമെങ്കിലും അതും ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്കിവിടെ വന്ന് മാറ്റാൻ കഴിയുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഈ സെർച്ചിൻ്റെ അടുത്തതായിട്ട് വരുന്നതാണ് മൾട്ടിപ്പിൾ ഡെസ്ക്ടോപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഐക്കൺ. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓൾറെഡി ഉള്ള ഡെസ്ക്ടോപ്പ് ഇതിൽ ഒന്ന് കാണിച്ചു തരുന്നത്. ഇനി അടുത്തായിട്ട് എനിക്കൊരു വെർച്വൽ ഡെസ്ക്ടോപ്പ് ക്രിയേറ്റ് ചെയ്യണം. രണ്ടാമതായിട്ട് വെർച്വൽ ഡെസ്ക്ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷനുകളൊക്കെ ഓപ്പൺ ചെയ്യണമെങ്കിൽ എനിക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വെർച്വലായിട്ട് ഒരു രണ്ടാമത് വേറെ ഡെസ്ക്ടോപ്പ് ക്രിയേറ്റ് ആയി വന്നു. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് പോകുന്നതായിരിക്കും. ഇനി ഞാൻ രണ്ടാമത്തെ ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ രണ്ടാമത്തെ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഡെസ്ക്ടോപ്പിൽ പോകുന്നതായിരിക്കും. ഇനി അതിനുശേഷം എനിക്ക് ഒരു ഡെസ്ക്ടോപ്പ് കൂടി ആഡ് ചെയ്യണമെങ്കിൽ അതും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വിഡ്ജറ്റ്സ് ആണ്. വിഡ്ജറ്റ്സ് ഇപ്പോൾ ചില സിസ്റ്റങ്ങളിൽ മുന്നേ വിൻഡോസ് 11 ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ അത് ഇത് അപ്ഡേഷന് ശേഷം ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വിഡ്ജറ്റ്സ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇതിൽ വെതർ, അതുപോലെ നമുക്ക് ന്യൂസ്, അതുപോലുള്ള പല വിഡ്ജറ്റ്സുകളും നമ്മൾക്ക് ഓപ്പൺ ചെയ്ത് വെക്കാവുന്നതാണ്. അതൊക്കെ നമ്മൾ തൽക്കാലം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അടുത്തായിട്ട് ഇതിൽ കാണുന്നത് ഈ ചാറ്റ് ഐക്കൺ വരുന്നത് MS ടീംസിൻ്റെ ഇൻബിൽട്ടായിട്ട് വരുന്ന വിൻഡോസ് 11 വരുന്നതാണ്. നമ്മൾ പിന്നീട് നോക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് മൈക്രോസോഫ്റ്റ് എഡ്ജിൻ്റെ ഐക്കണാണ്. അപ്പോൾ മൈക്രോസോഫ്റ്റ് എഡ്ജ് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. വിൻഡോസ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ നമുക്കിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഓപ്പൺ ആയി വരുന്നത്. ഇനി അടുത്തായിട്ട് എഡ്ജ് ബ്രൗസറിൽ
എനിക്ക് ഈ ലൈറ്റ് തീം, അതായത് ഇപ്പോൾ ഇവിടെ എല്ലാം ലൈറ്റ് കളറല്ല, വെള്ള കളറിൽ കാണും. ആ തീം എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ബ്ലാക്ക് തീമിലാക്കണമെങ്കിൽ പുതുതായിട്ട് വരുന്ന ആപ്ലിക്കേഷനുകളിൽ സൈഡിൽ 3 ഡോട്ടായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ടുള്ള സെറ്റിങ്സുകൾ ഓപ്പൺ ആയി വരും. അതിൽ ഞാൻ സെറ്റിങ്സിൽ പോവുകയാണ്. സെറ്റിങ്സിൽ പോയതിന് ശേഷം അപ്പിയറൻസിൽ പോവുകയാണ്. അപ്പിയറൻസിൽ പോയിട്ട് ഡാർക്ക് തീം സെലക്ട് ചെയ്യുകയാണ്. ഈ ഡാർക്ക് തീമാണ് എനിക്ക് കുറച്ചുകൂടി കണ്ണിന് നല്ലതായിട്ട് തോന്നുന്നത്. ഡാർക്ക് തീം സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ ബാക്കിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾ കാണാവുന്ന ഇവിടെയുള്ള ലൈറ്റ് കളർ, വൈറ്റ് കളർ പോയിട്ട് ഡാർക്ക് തീമായിട്ടാണ് വരുന്നത്. ഇത് കുറച്ചുകൂടി കണ്ണിന് ആയാസം നൽകുന്ന രീതിയിലുള്ള കളറാണ്. ഇനി അടുത്തതായിട്ട് ഈ എഡ്ജിന്റെ അടുത്തായിട്ട് കാണുന്ന ഒരു ഐക്കണാണ് നമ്മുടെ ഫയൽ എക്സ്പ്ലോറർ. ഫയൽ എക്സ്പ്ലോറർ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. ഫയൽ എക്സ്പ്ലോററിലും ഇതുപോലെ തന്നെ നമുക്ക് 3 ഡോട്ട് ഇട്ടിട്ട് കാണാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഓപ്ഷൻസ് കിട്ടുന്നതായിരിക്കും, നമുക്ക് കാണാവുന്നതാണ് അവിടെ. അതുപോലെ തന്നെയാണ് അടുത്തത് വ്യൂ വരുന്നത്. വ്യൂവിൻ്റെ അവിടെ നമുക്ക് താഴേക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ കാണിച്ചിരിക്കുന്നു. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് മെനുകൾ ഉള്ളതെല്ലാം ലിസ്റ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിന് റൈറ്റിലേക്ക് കൂടി ഒരു ആരോ ഇട്ട് കൊടുത്തിരിക്കുന്നു. അതിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ നിന്നും അഡീഷണൽ ആയിട്ട് ഷോയുടെ അഡീഷണൽ ആയിട്ട് ഉള്ള മെനു ലിസ്റ്റ് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ വരുന്ന ഈ ഓപ്ഷനുകൾ, ഈ 3 ഡോട്ട് ഇട്ടിട്ടും അതുപോലെ തന്നെ താഴേക്ക് ലെയർ വരുന്ന രീതിയിലുള്ള മെനുകളായിരിക്കും നമ്മുടെ വിൻഡോസ് 11 ഓപ്പൺ ആകുന്ന മിക്ക മെനുകളിലും ഇതുപോലെ തന്നെ ഈ ഓപ്ഷൻസ് എല്ലാവരെയും കാണിച്ചു തരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്തായിട്ട് ഈ വിൻഡോയിൽ മൂവ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഈ ടൈറ്റിൽ ബാർ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ ഡ്രാഗ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്ത് എങ്ങോട്ടാണ് വേണ്ടതെങ്കിൽ അവിടേക്ക് ഡ്രാഗ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇവിടെ ഇതിൻ്റെ ഈ സൈഡിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൗസ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ സൈസ് ഏത് രീതിയിൽ വേണമെങ്കിലും മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി ചില വിൻഡോകളിലാണെങ്കിൽ ഇതിൻ്റെ ഈ കോർണറിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഐക്കൺ കിട്ടി. ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഈ റൈറ്റ് സൈഡിലായിട്ട് ഇതിൻ്റെ ഒരു മൈനസ് പോലെ വരുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിൻഡോ ഫയൽ എക്സ്പ്ലോറർ മിനിമൈസ് ആയി ടാസ്ക് ബാറിലേക്ക് പോകുന്നതായിരിക്കും. ഇതിപ്പോൾ ക്ലോസ് ആയിട്ടില്ല. നമുക്ക് ടാസ്ക് ബാറിൽ പോവുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ഫയൽ എക്സ്പ്ലോറർ രണ്ടാമത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ ഓപ്പൺ ചെയ്തതിലേക്ക് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ മാക്സിമൈസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ഈ ഓപ്ഷൻ വരുന്നത്. ഇതിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് വിൻഡോസ് 11 ഒരുപാട് വേറെ ഓപ്ഷനുകളും വരുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് നോക്കാം. തൽക്കാലം സാധാരണ രീതിയിൽ മാക്സിമൈസ് ചെയ്യണമെങ്കിൽ ഇത്, അതുപോലെ തന്നെ നമുക്ക് റീസൈസ് ചെയ്ത് പണ്ട് രൂപത്തിലാക്കണമെങ്കിൽ അങ്ങനെ ഒന്നും കൂടി ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഈ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ഈ ഇൻഡുവിൽ പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിൻഡോ ഈ ഫയൽ എക്സ്പ്ലോറർ ടോട്ടലായിട്ട് ക്ലോസ് ആയി പോകുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പവർ ഓപ്ഷൻസ് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ സ്റ്റാർട്ട് ബട്ടണിൽ പോയി അതിനുശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പവർ ബട്ടൺ കിട്ടുന്നതായിരിക്കും. ഈ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇതിൽ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സ്ലീപ്പിലേക്ക് പോകാനാണ്. അതായത് ഒരു കമ്പ്യൂട്ടർ ഫ്രീസായി നിൽക്കുന്ന അവസ്ഥയിലേക്ക് പോകുവാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലീപ്പ് എന്ന് പറയുന്നത്. അത് മിനിമം പവർ ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ ഒരു സ്ലീപ്പിംഗ് അല്ലെങ്കിൽ ഒരു ഫ്രീസിങ് സ്റ്റേജിലേക്ക് പോകും. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാംസും കാര്യങ്ങളും എല്ലാതും ക്ലോസ് ആവില്ല, പക്ഷെ അത് ഫ്രീസായ സ്റ്റേജിലേക്ക് പോസ് ആയ രീതിയിൽ നിൽക്കുന്നതായിരിക്കും. നമുക്ക് ഏതെങ്കിലും മീറ്റിങ്ങിലോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മീറ്റിങ്ങിലോ അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ നമുക്ക് ഈ സ്ലീപ്പ് ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തായിട്ട് വരുന്നതാണ് ഷട്ട് ഡൗൺ. ഷട്ട് ഡൗൺ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ മൊത്തമായിട്ട് ഷട്ട് ഡൗൺ ആയി ഓഫ് ആകുന്നതായിരിക്കും.
ഈ ഷട്ട് ഡൗൺ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള വേഡോ എക്സലിലോ ഒക്കെ എന്തെങ്കിലും ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ സേവ് ചെയ്ത് എല്ലാ പ്രോഗ്രാമുകളും ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഫയൽ എക്സ്പ്ലോററോ മറ്റോ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടത്. ഇനി അടുത്തായിട്ട് വരുന്നത് റീസ്റ്റാർട്ടാണ്. റീസ്റ്റാർട്ട് നമ്മൾ സാധാരണഗതിയിൽ സിസ്റ്റത്തിന് എന്തെങ്കിലും ചേഞ്ചസ് ഇപ്പം നമ്മൾ പ്രോഗ്രാം എല്ലാം പുതിയ പ്രോഗ്രാംസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് സിസ്റ്റം പെട്ടെന്ന് ഫ്രീസായി അല്ലെങ്കിൽ ഹാങ് ആയി നിൽക്കുകയാണെങ്കിലൊക്കെ അതിൽ നിന്നും പെട്ടെന്ന് ഈ ഷട്ട് ഡൗൺ ചെയ്തിട്ട് നമ്മൾ രണ്ടാമത് ഓപ്പൺ ചെയ്യുന്നതിനേക്കാൾ സ്പീഡിൽ റീസ്റ്റാർട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റത്തിനെ റീസ്റ്റാർട്ട് ചെയ്തെടുക്കുവാൻ കഴിയുമായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് സിസ്റ്റത്തിനെ ലോക്ക് ചെയ്യുവാനുള്ള ഓപ്ഷനാണ്. നമ്മൾ ഈ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ പേരിൻ്റെ അടുത്ത് വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലാണ് നമുക്ക് ലോക്ക് ഓപ്ഷൻ വരുന്നത്. ലോക്ക് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇവിടെ ലോക്ക് ഓപ്ഷൻ. ഈ ലോക്ക് ഓപ്ഷൻ നമ്മൾ എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു ചായ കുടിക്കുവാനോ മറ്റോ പോകുന്നു, ഒരു 5-10 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ കമ്പ്യൂട്ടറിന് മുന്നിൽ നിന്നും പോകുന്നു. ആ സമയത്ത് നമ്മൾ കമ്പ്യൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാതും മറ്റുള്ള എല്ലാവർക്കും ആരെങ്കിലും വരികയാണെങ്കിൽ അത് കാണാൻ കഴിയുന്നതായി. ഈ ലോക്ക് പറയുകയാണെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന ആ ലോക്ക് സ്ക്രീൻ, ആ സ്ക്രീനിലേക്ക് പോയി ലോക്കായി നിൽക്കുന്നതായിരിക്കും. അപ്പോൾ കമ്പ്യൂട്ടറിൽ എന്താണ് നമ്മളുടെ ഡോക്യുമെന്റ്സ് എല്ലാം ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം പിന്നീട് വരുന്ന ആരെങ്കിലും കമ്പ്യൂട്ടർ അടുത്തേക്ക് വരികയാണെങ്കിൽ അവർക്ക് കാണുവാൻ കഴിയുകയില്ല. ഇതിന് തന്നെ നമുക്കൊരു കീബോർഡ് ഷോർട്ട് കട്ടും ഉണ്ട്. ഈ കീബോർഡിൽ വിൻഡോസ് കീ പ്ലസ് എൽ കീയും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ സെയിം എഫക്റ്റ് തന്നെ വന്ന് കമ്പ്യൂട്ടർ ലോക്ക് ആവുന്നതാണ്. ഇനി അടുത്തായിട്ട് വരുന്നത് സൈൻ ഔട്ടാണ്. ഈ സൈൻ ഔട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ ഇപ്പോഴുള്ള യൂസർ, ഇതിലിപ്പോൾ SHK ആയ യൂസറാണ്. ഈ യൂസറിൽ നമുക്ക് അടുത്ത വേറൊരു യൂസറിലേക്ക് ഒരു 2-3 യൂസർ ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ യൂസറിലേക്ക് സൈൻ ഇൻ ചെയ്യുവാൻ വേണ്ടി നമ്മൾക്ക് ഇവിടെ സൈൻ ഔട്ട് പറയാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ലോക്ക് പറയുകയാണ്. ലോക്ക് ചെയ്ത ലോക്ക് സ്ക്രീൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ലോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലോക്കായിട്ട് ലോക്ക് സ്ക്രീൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഈ ലോക്ക് സ്ക്രീൻ വന്നിട്ട് നമുക്കിവിടെ ഡേറ്റും ടൈമും കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈൻ ഇൻ വരുന്നതാണ്. സൈൻ ഇൻ ക്ലിക്ക് കഴിഞ്ഞാൽ സൈൻ ഇൻ ആയി ആ യൂസറിലേക്ക് സൈൻ ഇൻ ആവണം. ഇതിൽ കൂടുതൽ യൂസേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ യൂസറിന്റെ ലിസ്റ്റ് കാണിച്ചിട്ട് ഒരു യൂസർ ഉള്ളൂ. കൂടുതൽ യൂസർ ഉണ്ടെങ്കിൽ ആ യൂസറിന്റെ ലിസ്റ്റ് വരുന്നതായിരിക്കും. ആ ലിസ്റ്റിൽ നമ്മൾ ആ യൂസർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സൈൻ ഇൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നോ അല്ലെങ്കിൽ പാസ്വേഡോ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ യൂസറിലേക്ക് എൻ്റർ ആവാവുന്നതാണ്. ഇനി അടുത്തായിട്ട് ഇതിൽ വരുന്നതാണ് സൈൻ ഔട്ട്. അതായത് ഇപ്പോൾ നിൽക്കുന്ന യൂസറിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സൈൻ ഔട്ട് പറയണമെങ്കിൽ ഈ സൈൻ ഔട്ട് ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിൽ നിന്ന് ആ യൂസറിൻ്റെ പ്രൊഫൈലിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് സൈൻ ഔട്ട് സെഷനിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് സൈൻ ഔട്ട് ആയി വന്നിരിക്കുകയാണ്. ഇതാണ് സൈൻ ഔട്ട് സ്ക്രീൻ വരുന്നത്. അതിനുശേഷം നമ്മൾക്ക് ഇവിടെ ഈ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ യൂസർ ആണെങ്കിൽ ആ യൂസർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് സൈൻ ഇൻ പറഞ്ഞിട്ട് പിന്നും അല്ലെങ്കിൽ പാസ്വേഡ് കൊടുത്തിട്ട് ആ യൂസറുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്.